ഞാൻ കുറച്ച് സമയമെടുത്ത് എല്ലാ ന്യൂസുകളും ഇങ്ങനെ കണ്ട് പിന്നെ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച അഫാൻ്റെ നാട്ടുകാർ, പിന്നെ കുടുംബക്കാരാണ് എന്ന് പറയാൻ മടിയുള്ള, എന്നാൽ പ്രൊഫൈലോ കാര്യങ്ങളോ ഒക്കെ എന്നോട് സംസാരിക്കാൻ വേണ്ടി മാത്രം പുതിയതായിട്ട് ഉണ്ടാക്കി എന്നോട് ടെക്സ്റ്റ് മെസ്സേജ് അയച്ച് ഇൻസ്റ്റാഗ്രാമിൽ സംസാരിച്ച 1-2 വ്യക്തികൾ. അവരുടെ ഐഡൻറ്റിറ്റി എനിക്കറിയില്ല. ബട്ട് അവർ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ അവരോട് ടെക്സ്റ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇന്നലെ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ കംപ്ലീറ്റ് ഈ ഒരു വിഷയത്തിൻ്റെ എല്ലാ ന്യൂസ് അപ്ഡേറ്റ്സും നിങ്ങളെപ്പോലെ തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാമ്പത്തിക വിഷയങ്ങളുണ്ട്. അഫാന് നല്ല രീതിയിലുള്ള സാമ്പത്തിക വിഷയങ്ങളുണ്ട്. ഈ അഫാൻ്റെ സാമ്പത്തിക വിഷയങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും ഫർസാനയ്ക്ക് അറിയാം. ഓക്കെ, ഫർസാനയ്ക്ക് അറിയാത്ത കാര്യമല്ല. ഫർസാന ഈ പയ്യനെ സഹായിച്ചിട്ടുണ്ട്, അഫാനെ സഹായിച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു ന്യൂസിൻ്റെ ഒരു ഇത് വയ്ക്കാം. റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്ന അവരുടെ ന്യൂസിൻ്റെ ഒരു ടൈറ്റിലാണ്, വെഞ്ഞാറമൂട് കൊലക്കേസ്, ഫർസാനയുടെ സ്വർണം അഫാൻ പണയം വെച്ചു, താൻ മരിച്ചാൽ വിമർശനത്തിന് ഇരയാകുമെന്ന് കരുതി കൊലപ്പെടുത്തി. ഓക്കെ, ഇതിൽ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നോക്കണ്ട. ഫർസാനയുടെ സ്വർണം അഫാൻ പണയം വെച്ചു. ഫൈൻ, പണയം വെച്ചിട്ടുണ്ട്. അതായത് ഈ പെൺകുട്ടിയുടെ സ്വർണം പണയം വെച്ചിട്ടുണ്ട്. ഈ പെൺകുട്ടിയിൽ നിന്ന് അഫാൻ പൈസ മേടിച്ചിട്ടുണ്ട്. ആൻഡ് ബൈ ദ വേ, ഈ സംഭവം ഉണ്ടായി ദെൻ വെരി നെക്സ്റ്റ് ഡേ എനിക്ക് കുറേ വിഷ്വൽസ് ഈ വീട്ടിനകത്ത് നിന്ന് പോലീസുകാർ ഈ ബോഡി റിക്കവർ ചെയ്യാൻ പോയ സമയത്ത് കിട്ടിയ കുറേ വിഷ്വൽസ് എനിക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വിഷ്വൽസിനകത്ത് ഞാൻ കണ്ടതാണ് ഫർസാനയാണ് ഈ അഫാൻ ഏറ്റവും ക്രൂരമായി ഹാമർ വെച്ച് അടിച്ചിട്ടുള്ളത്. ഏറ്റവും ക്രൂരമായിട്ട്. ആ കുട്ടിയുടെ വിഷ്വൽ കാണുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ വേദന വരും. ഇവിടെ അങ്ങനത്തെ ക്രൂരതയാണ് ആ പെൺകുട്ടിയോട് ഇവൻ ചെയ്തിട്ടുള്ളത്. ഞാൻ എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഇത്രയും ക്രൂരമായിട്ട് എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഭയങ്കര ഡൗട്ട്ഫുള്ളായിട്ടുള്ളൊരു കാര്യം. അവിടെയാണ് ലഹരി, മദ്യം, ഇതിൻ്റെയൊക്കെ ഒരു വിഷയം വരുന്നത്. 3 പേരെ കൊന്നതിന് ശേഷം അഫാൻ ബാറിൽ പോയി മദ്യപിച്ചു എന്ന് പറയുന്നു. വെൽ ഡിസൈൻഡായിട്ട് ഈ ഒരു എൻറ്റയർ കൊലപാതകത്തിൻ്റെ മോഡസ്. ഓക്കെ, ആ മോഡസ് നിങ്ങൾ നോക്കിയാൽ മതി. മോഡസ് ഓപ്പറാൻഡി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാളെ ആദ്യം അടിച്ചു വീഴ്ത്തുന്നു, ഉമ്മാനെ മണിക്കൂറുകളെടുത്ത് ട്രാവൽ ചെയ്ത്. ആ മൈൻഡ് സെറ്റ് വരണമെന്നുണ്ടെങ്കിൽ ഇവൻ വെറും മദ്യം മാത്രമായിരിക്കില്ല, ലഹരി എന്താണെങ്കിലും ഉണ്ടാവും. അപ്പം അതൊക്കെ സംശയിക്കാവുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും കുടുംബക്കാരടക്കം അഫാൻ്റെ പേരിൽ പറയുന്നുണ്ട്. ഓക്കെ, ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വില്ലനായിട്ടുള്ളത് സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. ഈ സാമ്പത്തിക പ്രശ്നം എങ്ങനെ വില്ലനാവുന്നു എന്നുള്ളൊരു ചോദ്യം വീണ്ടും നിങ്ങളെല്ലാവരും ചോദിക്കാം. എന്താണ് ഈ ഒരു സാമ്പത്തിക പ്രശ്നം വില്ലനായത്? അവിടെയാണ് ഞാൻ പറയുന്നത്, സാമ്പത്തിക പ്രശ്നം ഒരു കുടുംബത്തിലേക്ക് വില്ലനാവുന്നപ്പോഴാണ് സാമ്പത്തികമായ വിഷയമുണ്ടാവുന്നു. പൈസ കടം വാങ്ങിയ ആളോട് ആ പൈസ ചോദിക്കുമ്പോൾ അവിടെ തിരിച്ചു കൊടുക്കാൻ പൈസ കടം വാങ്ങിയവർക്ക് പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അഫാൻ്റെ കുടുംബം വളരെ വലിയ ക്രൈസിസിൽ പെടുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ കടം വരുന്നു. ഈ കടം വാങ്ങിയ പൈസ ഒന്നില്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നാവാം, ഫ്രണ്ട്സിൽ നിന്നാവാം, അല്ലെങ്കിൽ വട്ടിപ്പലിശയ്ക്ക് അടക്കം കൊടുക്കുന്ന ആളുകളിൽ നിന്നാവാം. ഇപ്പം അഫാൻ്റെ കുടുംബത്തിൽ ആകെയുള്ളത് അഫാനും, ഒന്നിനോടും പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ ഉമ്മ, ഗൾഫിലുള്ള ഉപ്പാക്ക് ഒരു പിടുത്തവും ഇതിനെ കുറിച്ചില്ല. ഗൾഫിലുള്ള അച്ഛന്മാരുടെ അവസ്ഥ ഇതാണ്. അവർക്കൊന്നും അറിയില്ല. അവർ റോബോട്ട് പോലെ പണിയെടുത്തുകൊണ്ട് നാട്ടിലേക്ക് ഇങ്ങനെ പൈസ അയക്കുന്ന മറ്റേ ATM മെഷീൻ്റെ ഹ്യൂമൻ വേർഷനാണ് അവർക്കൊരു പിടുത്തവും ഇല്ല. ഉമ്മാൻ്റെ താടിയെല്ലാം അടക്കം അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്, ഉമ്മാനെ ജീവശവമാക്കിയിട്ടുണ്ട്. ഉമ്മ വായ തുറക്കാതെ ഇനി ഇവരുടെ കടബാധ്യതയെക്കുറിച്ച് ആർക്കും ഒന്നും മനസ്സിലാവില്ല. ആൻഡ് ഇനിയിപ്പോൾ ഉമ്മ വായ തുറക്കുകയാണെങ്കിൽ തന്നെ ഇതിനെക്കുറിച്ചൊന്നും പറയാനും പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴും കട്ടിൽ നിന്ന് വീണിട്ട് അപകടം പറ്റിയെന്നാണ് സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടി ഉമ്മ പറഞ്ഞിട്ടുള്ളത്. സോ അങ്ങനെയുള്ളൊരു ഉമ്മ ഇവരുടെ കടബാധ്യതയെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും പറയുന്നത് എനിക്ക് സംശയമാണ്. എന്താണെങ്കിലും ഇവിടെ മേജർ ഇഷ്യൂ പൈസയാണ്. ഞാൻ കണ്ടു കുറേ കൂട്ടക്കാരും കുടുംബക്കാരും ഇവരിത് വന്നിരുന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ സഹായിക്കാൻ റെഡിയായിരുന്നു, ഇവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, കടബാധ്യത ഇനിയിപ്പോൾ കട ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ രക്ഷിക്കുമായിരുന്നല്ലോ, ഞങ്ങളാരും പ്രശ്നം ഉണ്ടാക്കില്ലായിരുന്നല്ലോ. എനിക്കിവിടെ ഭയങ്കര സംശയം തോന്നുന്നുണ്ട്.
കൂട്ടക്കാരും കുടുംബക്കാരും അടക്കം ഒരു മനുഷ്യനും ചിലപ്പോൾ സഹായിച്ചു കാണില്ല. അവർ സഹായിക്കാത്തതിന് ഒരു കാരണമുണ്ടാവും. കാരണം കടം വന്നിട്ട് പോലും വളരെ വലിയ ആഡംബര ജീവിതമാണ് അഫാൻ നയിച്ചിരുന്നതെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് കടം വാങ്ങാൻ അല്ലെങ്കിൽ കടം കൊടുക്കാൻ കുടുംബക്കാരോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഫാമിലിയോ റെഡിയോ ഇല്ല. അവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് പോലീസ് സിസ്റ്റം നോക്കേണ്ടത്. ഇവർ എവിടെ നിന്നാണ് കടം മേടിച്ചിട്ടുള്ളത്? കാറ് പണയം വെച്ചിട്ടുണ്ട്, ബൈക്ക് പണയം വെച്ചിട്ടുണ്ട്, സ്വർണം പണയം വെച്ചിട്ടുണ്ട്, പ്രേമിച്ച പെണ്ണിൻ്റെ സ്വർണം വരെ പണയം വെച്ചിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും വട്ടിപ്പലിശക്കാരുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ? അവർ ഈ ഫാമിലിയെ ത്രെട്ടൻ ചെയ്തിട്ടുണ്ടോ? അവരുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണികൾ ഈ ഫാമിലിക്ക് വന്നിട്ടുണ്ടോ? അങ്ങനത്തെ പല കാര്യങ്ങളും പോലീസുകാർ അന്വേഷിക്കണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവൻ മദ്യപിച്ച് ഇത്രയും വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. കുടുംബക്കാർക്ക് സ്നേഹമില്ല എന്ന് ഇവൻ പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ട്. ഫർസാനയുടെ സ്വർണം ഇവൻ പണയം വെച്ചിട്ടുണ്ട്. ആൻഡ് ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ കുറേ കമൻറ്റ് ബോക്സിൽ കുറേ പേര് പറഞ്ഞു ഈ ഉപ്പാൻ്റെ ഉമ്മാനെ കൊന്നിട്ട് സ്വർണ്ണമാല അവൻ എടുത്തിട്ടില്ല. അത് സ്വർണ്ണമാല അവൻ എടുത്തിട്ടുണ്ട്. അവൻ ആദ്യം സ്വകാര്യ ധനസ്ഥാപനത്തിൽ പൈസ മേടിച്ചതിന് ശേഷം അവിടെ പോയി കൊലപാതകം നടത്തി സ്വർണ്ണമാല തിരിച്ചു കൊണ്ടുവന്ന് അവിടെ കൊടുത്തിട്ടുമുണ്ട്. പൈസ അവൻ കയ്യിൽ വെച്ചിട്ട് ഞാൻ ആ ചെറിയൊരു പോർഷൻ വേണമെങ്കിൽ ആ പൈസ കിടക്കണതിന് ഞാനിവിടെ പ്ലേ ചെയ്യാം. ഓക്കെ, പൈസ വാരി വെതറിയ പോലെയാണ് കിടക്കുന്നത്. അനിയൻ മരിച്ചു കിടക്കുന്നതിൻ്റെ സൈഡിലും ഫർസാന മരിച്ചു കിടക്കുന്ന റൂമിലും. മനസ്സിലായോ? അപ്പം എന്താണെങ്കിലും പൈസ ഇവൻ കുറച്ച് കടം വീട്ടിയിട്ടുണ്ട് ഈ കൊലപാതകം നടത്തിയ മാല കൊണ്ടുവന്ന് പണയം വെച്ചിട്ട്. ന്യൂസ് ക്ലിപ്പ് പ്ലേ ചെയ്യും. അതായത് വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യത ഈ കുടുംബത്തിനുണ്ട്. അത് പിതാവിന്, ഈ അഫാന്റെ പിതാവിന് മാത്രമല്ല അമ്മ ഷമ്മിയുടെ പേരിൽ ഏതാണ്ട് 65 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടെന്നാണ് ആ പോലീസ് ലഭിച്ചിരിക്കുന്ന വിവരം. അത് അത് സ്വന്തം കുടുംബത്തിൽ മാത്രമല്ല പുറത്തുനിന്നും ഇത്തരത്തിൽ വലിയ തോതിൽ പണം കടം വാങ്ങിയിരുന്നു. ഇത് വലിയ ബാധ്യതയായി മാറി. അതോടൊപ്പം തന്നെയാണ് ഗൾഫിൽ നിന്നുള്ള വരുമാനം ഇല്ലാതായ ഇതുമൂലം വലിയ തോതിലുള്ള ബുദ്ധിമുട്ടിലേക്ക് കുടുംബം നീങ്ങി. അങ്ങനെയാണ് കൂട്ട ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്ന് രണ്ടാമത്തെ കൊല നടക്കുന്നത് ഈ പാങ്ങോട്ടുള്ള ഈ അമ്മൂമ്മയുടെ വീട്ടിലാണ് ഈ രണ്ടാമത്തെ കൊലപാതകം നടക്കുന്നത്. അവിടെ വെച്ച് ഈ അമ്മൂമ്മയെ കൊലപ്പെടുത്തിയ ശേഷം ഈ മാല എടുത്ത് വെഞ്ഞാറുമൂട് ജംഗ്ഷനിലെത്തിയ ഈ അഫാൻ ഇവിടെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഈ മാല പണയം വെച്ച് 74,000 രൂപ വാങ്ങുന്നുണ്ട്. ഇത് അക്കൗണ്ടിലേക്കാണ് ഈ പണം ഇടുന്നത്. ഇതിനുശേഷം ഈ അക്കൗണ്ട് വഴി, ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ടാണ്, ഈ അക്കൗണ്ട് വഴി ഏതാണ്ട് 40,000 രൂപ കടം വീട്ടാനാണ് അഫാൻ ഉപയോഗിച്ചത് എന്നും ആ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് കടബാധ്യത തന്നെയാണ് ഏറ്റവും വലിയ വിഷയമായി ഇപ്പോൾ ഈ പോലീസിന് മുന്നിലും ഇപ്പോൾ കാരണമായി വരുന്നത്. കൃത്യമായിട്ട് പറയുന്നു, മാല പണയം വെച്ച് 74,000 രൂപ എടുക്കുന്നു. 40,000 രൂപ കടം വീട്ടാൻ വേണ്ടി അക്കൗണ്ട് ത്രൂ വേറെ ആർക്കും സെൻഡ് ചെയ്തു. അത് ആർക്ക് സെൻഡ് ചെയ്തു? ആ വ്യക്തിയോട് ചോദിക്കണം എന്തിനാണ് ഇവർക്ക് കടം കൊടുത്തത്, എന്നാണ് കൊടുത്തത്, ആരൊക്കെ കടം കൊടുത്തിട്ടുണ്ട്, അത് തിരിച്ച് നിങ്ങൾ ചോദിച്ച സമയത്ത് ഇവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? ഓക്കെ, ഉമ്മാക്ക് വരെ കടണ്ട് 60 ലക്ഷം രൂപയുടെ. ഉപ്പാക്ക് കടം ഗൾഫിൽ വേറെ, അത് വീട്ടാൻ പറ്റാത്തതുകൊണ്ട് ഉപ്പാക്ക് പോരാൻ പറ്റില്ല. നാട്ടിൽ ഉമ്മാക്ക് 60 ലക്ഷം രൂപയുടെ കടം. ഈ 60 ലക്ഷം വരെ ഇവർക്ക് ആര് കൊടുക്കുന്നു? ഇവരുടെ ഉപ്പാക്ക് സ്പെയർ പാർട്സിൻ്റെ കടയാണ് ഗൾഫിൽ എന്നാണ് പറഞ്ഞത്. പലരും സംസാരിച്ച സമയത്ത് ഞാൻ എങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്, പലരും അത് തന്നെയാണ് ക്ലിയർ ആയിട്ട് പറയുന്നത്. 3-4 കട ഉണ്ടായിരുന്നു, അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു. ഓക്കെ, അവിടെ നിന്ന് ഫണ്ട് നാട്ടിൽ നിന്ന് തിരിച്ചിട്ടായിരിക്കണം അവിടെ കച്ചവടവും കാര്യങ്ങളും തുടങ്ങിയത്. മേ ബി ആ ഫണ്ട് തിരിച്ചതിൽ ഒരു ഭാഗമായിട്ട് ഉപ്പയും ഉമ്മയും ചിലപ്പോൾ ഈട് നിന്നിരിക്കാം, വീട് ചിലപ്പോൾ അവർ ഈട് വെച്ചിരിക്കാം. ഒരു നല്ല ജീവിതമായിരിക്കും ഈ കടകളുള്ള സമയത്ത്, വരുമാനമുള്ള സമയത്ത് മുന്നോട്ട് പോയിരുന്നത്. ലക്ഷറി ലൈഫ് തന്നെയായിരിക്കും. പെട്ടെന്ന് ഒരു ഇടിവ് സംഭവിച്ചു ലൈഫിൽ. ആ ലക്ഷറി ലൈഫ് എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആകെ കടവും കള്ളിയും പ്രശ്നങ്ങളും ആയി എന്നുള്ളപ്പോൾ ചിലപ്പോൾ ഈ ലക്ഷറി ലൈഫുള്ള സമയത്തായിരിക്കാം ഫർസാന ഈ പയ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അപ്പം ഇവൻ്റെ ഈ ഇടിവും കുടുംബത്തിന് സംഭവിച്ചൊരു തകർച്ചയൊക്കെ ഫർസാനയ്ക്കും അറിയുമായിരിക്കും. ഫർസാന നല്ല രീതിയിൽ അധ്വാനിച്ച് ട്യൂഷനൊക്കെ എടുത്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കുട്ടിയാണ്, നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. ഫർസാന വിചാരിച്ച് കാണും സ്വർണ്ണമോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവളുടെ ഉള്ള പൈസയോ കൊടുത്തിട്ട് ഈ ഫാമിലിയെ രക്ഷിക്കാം, ഞാൻ നാളെ കയറി ചെല്ലേണ്ട ഫാമിലിയിൽ എന്ന് വിചാരിച്ച് കൊടുത്തു കാണും. പിന്നെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ ഫർസാനയ്ക്ക് തന്നെ തോന്നിക്കാണും ഇവർ ഇതൊക്കെ ചെയ്തിട്ടും, ഈ കുടുംബത്തിന് ഇത്രയൊക്കെ ഇവൾ ചെയ്തിട്ടും ഇവൻ ഇതേപോലെ ലക്ഷറി അടിച്ച് നടക്കില്ലേ, ഈ ലൈഫ് എന്ത് ചെയ്യും എന്നുള്ളത് തോന്നൽ വന്നപ്പോൾ ചിലപ്പോൾ ഫർസാന തിരിച്ചു ചോദിച്ചു കാണും സ്വർണവും പൈസയൊക്കെ. ഫർസാന ചോദിച്ച പോലെ തന്നെ നാട്ടിലെല്ലാവരും കൂട്ടക്കാരും കുടുംബക്കാരൊക്കെ ചോദിച്ചു കാണും പൈസ. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ?
എന്നുള്ളത് പോലീസ് കൃത്യമായി അന്വേഷിക്കണം. ഇനി ഈ പയ്യനെ കുറിച്ചിട്ട് ഒരു ബന്ധു പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ. ഈ പയ്യനെക്കുറിച്ച് പറയണമെങ്കിൽ ഇവൻ പകലൊന്നും പുറത്തോട്ട് നമ്മൾ കണ്ടിട്ടില്ല. അഥവാ ബൈ ചാൻസ് കണ്ടാലും ചിരിച്ചുകൊണ്ട് മാമ എവിടെ പോകുന്നു എന്ന് ചോദിക്കുന്നൊരു ശീലമുണ്ട്. ഞങ്ങൾ അന്വേഷിച്ച് വന്നതോളം ഇവൻ രാത്രി സഞ്ചാരമുള്ളൂ. ഇപ്പം 10 മണിക്ക് ശേഷമാണ് പലരും നമ്മുടെ അടുത്ത് പറഞ്ഞത് ഓവർ സ്പീഡിൽ പോകുന്നു. അത് 10 മണിക്ക് ശേഷം എവിടെയാണ് ഈ പോകുന്നത് എന്തെങ്കിലും അറിയോ? അങ്ങനെ ഒന്നും പറഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പം മണ്ണന്തല വെച്ചുള്ളൊരു ഫോട്ടോ, നമുക്കൊരു ഇവനെ പെറ്റിയടിച്ചൊരു ഫോട്ടോ മണ്ണന്തല, അത് 10 മണിക്ക് ശേഷം, അത് 2024 ഡിസംബറിലെ ഫോട്ടോയാണ്. അതുപോലെ തന്നെ കിളിമാനൂർ, അത് ആ പെൺകുട്ടിയായിട്ട് വരുന്നതാണ്. ആ പെൺകുട്ടിയായിട്ട് വരുന്നത് പിന്നെ 5 മണിക്ക് ശേഷമാണ്. ആ പെൺകുട്ടി ഹെൽമറ്റ് വെച്ചിട്ടില്ല. അതുകൊണ്ട് ആ കുട്ടിക്ക് പിന്നെ ഹെൽമറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ കുട്ടിക്ക് 500 രൂപ പെറ്റി വന്നതായിട്ടാണ് നമ്മളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പയ്യൻ്റെ അനുജനുമായിട്ട് പോകുന്ന ഒരു ഫോട്ടോ ഉണ്ട്. ആ പയ്യൻ ബാക്കിൽ ബാഗ് എല്ലാം തൂക്കിയിട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നു മണ്ണന്തലെന്ന് തോന്നുന്നു. ഇതെല്ലാം ഈ രാത്രി സമയങ്ങളിൽ പിന്നെ ഈ പയ്യനുമായിട്ട് പോകുന്നല്ല, രാത്രി. പെൺകുട്ടിയുടെ മാത്രമാണ് 5 മണിക്ക് ശേഷമുള്ള ഒരു യാത്ര. ഇവർ എവിടെയാണ് പോകുന്നതെന്നൊന്നും അറിയില്ല. എന്തുകൊണ്ടാണ് ഈ രാത്രി മാത്രം പുറത്തേക്ക് ഇറങ്ങുന്നത്? അതറിയാൻ വയ്യ. ഇവൻ നമുക്ക് തോന്നുന്നു ഇവൻ സൈലൻ്റായ ഒരു ക്രിമിനൽ കില്ലർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവൻ ഈ രാത്രി ചിലപ്പോൾ തള്ള ഒരു പാവപ്പെട്ട ഒരു കുട്ടിയാണ്, വളരെ കഷ്ടതയിൽ നിന്ന് ഉയർന്നു വന്നൊരു കുട്ടിയാണ്. അപ്പോൾ ഇവനെ കണ്ട നല്ല തടിയും മസിലും എല്ലാം ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാണ്, ഇവൻ രാത്രി സാറേ ഞാൻ രാത്രി ഇവനെ കണ്ടിട്ടുണ്ട്, ഇവന് ബൈക്കിൽ പാഞ്ഞു പോകും. അപ്പോൾ എന്താണ് ഇവൻ്റെ പരിപാടി എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. രാത്രി സമയം മാത്രമാണ് ഇവൻ പുറത്തിറങ്ങാറ് ഇവനെ കണ്ടിട്ടുള്ളത്. രാത്രി സമയങ്ങളിൽ ഇവൻ ഓവർ സ്പീഡിൽ ബൈക്കിൽ പോകും. രാത്രി നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ ഇറങ്ങുന്നവരുണ്ട്, പക്ഷെ അവരാരും ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ച് പോകണമെന്നില്ല സ്ഥിരമായിട്ട്. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, എപ്പോഴും രാത്രിയെ പുറത്തിറങ്ങാറുള്ളൂ. നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്നവർ രാവിലെയും പുറത്തിറങ്ങും, നൈറ്റിലും പുറത്തിറങ്ങും. മനസ്സിലായോ? ഇവിടെ ഒരു കാര്യമുണ്ട്, കടമാണ് വിഷയം, പൈസയാണ് വിഷയം എന്നുണ്ടെങ്കിൽ കടം വാങ്ങിയവർ രാവിലെ സമയങ്ങളിൽ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇവരെ കണ്ടു കഴിഞ്ഞാൽ കടം വാങ്ങിയ പൈസ തിരിച്ചു ചോദിച്ചാൽ അലമ്പും പ്രശ്നങ്ങളും ഉണ്ടാവും എന്നുള്ള പേടി കൊണ്ട് ചിലപ്പോൾ രാവിലെ പുറത്തിറങ്ങാത്തതായിരിക്കാം, മേ ബി. അല്ലെങ്കിൽ കടം വാങ്ങിയത് വീട്ടണം, വേറെ പ്രശ്നങ്ങൾക്ക് കൂടുതൽ ദുരന്തത്തിലേക്ക് ജീവിതവും കുടുംബവും പോവുകയാണ്. അപ്പോൾ കടം എങ്ങനെയും വീട്ടണം എന്നുള്ളത് കൊണ്ട് രാത്രി കാലങ്ങളിൽ നടക്കുന്ന സ്വർണം, ലഹരി അടക്കമുള്ള കച്ചവടങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ സ്പീഡിൽ വണ്ടി പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ എന്തെങ്കിലും ഒന്നിൻ്റെ ക്യാരിയറായിട്ട് ചെക്കൻ പോകാനുള്ള സാധ്യതയും ചിലപ്പോൾ ഉണ്ട്. പറയാൻ പറ്റില്ല, നമുക്ക് ഒരു ആസ്പെക്റ്റും ഇതിനകത്ത് വിട്ട് കളയാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. ഓക്കെ, എന്താണെങ്കിലും രാത്രി കാലങ്ങളിൽ മാത്രമാണ് ഇവനെ പുറത്തധികം കണ്ടിട്ടുള്ളതെന്നാണ് നാട്ടുകാരും കുടുംബക്കാരും പറയുന്നത്. ആൻഡ് ഇവരുടെ വീട്ടിൽ 4-5 വർഷമായിട്ട് പണിയെടുക്കുന്ന ഒരു ചേച്ചിയും പറയുന്നത് എപ്പോഴും വാതിലും ഗേറ്റൊക്കെ അടച്ച് അവർ ആ വീടിനകത്ത് തന്നെയാണ് കംപ്ലീറ്റ് ടൈം എന്നാണ് പറയുന്നത്. സോ അതും കൂടി വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കടം വാങ്ങിയ ആളുകളിൽ നിന്നൊരു ഇമ്മൻസ് പ്രഷർ ഉമ്മാക്കും ഈ വീട്ടിൽ ഇവനും ബാക്കിയുള്ളവർക്കും വന്നോ എന്നുള്ളൊരു സംശയം പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കണം. അത് കടം കൊടുത്തത് നാട്ടുകാരോ വീട്ടിനകത്തുള്ള കുടുംബക്കാരോ എവിടെയാണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ശ്രദ്ധിച്ചേ പറ്റൂ, അത് അന്വേഷിച്ചേ പറ്റൂ. ആരിൽ നിന്ന് എങ്ങനെ ഇവർക്ക് പ്രഷർ വന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എത്ര രൂപയാണ് കടം കൊടുത്തിട്ടുള്ളത്, എന്തിനായിരുന്നു ഇവർ കടം മേടിച്ചത്. കാരണം ഒരാളുടെ സ്വഭാവത്തിലൊരു സഡൻ ചേഞ്ച്, ഒരാളുടെ സ്വഭാവത്തിലൊരു ലഹരി ആയിരിക്കാം ഒരു കാരണം. ഈ ലഹരിയുടെ ഒപ്പം തന്നെ ഈ ഒരു റിവഞ്ച് മൂഡ്, എല്ലാം തകർക്കാം എന്നുള്ളൊരു മൂഡ് വരാൻ കാരണം ആരും സഹായിക്കാനില്ല എന്നുള്ള അവസ്ഥയിലായിരിക്കാം. ചിലപ്പോൾ അത് തലയിൽ കയറിയതുകൊണ്ടായിരിക്കും. അത് വിട്ടുകളയാൻ പറ്റില്ല എല്ലാം. കാരണം ഇവിടെ എന്താണ് ഇതിൻ്റെ റീസൺ എന്ന് ആർക്കും മനസ്സിലാവണില്ല എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. ഈ പോയിന്റുകൾ കൂട്ടി യോജിപ്പിക്കണം. കടമാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ വന്നു? ഫസ്റ്റ് ഉപ്പാക്കൊരു കടം, ഉമ്മാക്കൊരു കടം, ഇവന് വേറെ കടം, 3 കടം, 3 പേർക്ക് 3 രീതിയിലുള്ള കടം. കടം വാങ്ങിയ പൈസയൊക്കെ എന്തിനു വാങ്ങുന്നു, എന്തിലേക്ക് പോകുന്നു? ലക്ഷറി ലൈഫാണെന്നുണ്ടെങ്കിൽ അത് കാണണം. വീടുണ്ട്, ബൈക്കുണ്ട്, കാറുണ്ട്, പക്ഷെ അതൊക്കെ പണയം വെച്ച അവസ്ഥയിലുമാണ്. ഇനി കേട്ടോ പറയുന്നത്. പിന്നെ ഒരു കാർ അവനുണ്ടായിരുന്നു, എൻ്റെ അന്വേഷണത്തിലാണ്. കാർ ഒരു കക്ഷിക്ക് 2.5 ലക്ഷം രൂപയ്ക്ക് പണയം വെച്ച്. അപ്പോൾ അവർക്ക് 2 തിരിച്ചു കൊടുക്കുമ്പം ചിലവിന് RC ബുക്ക് മാറ്റി കൊടുക്കുമായിരിക്കാം, അല്ലാതെ പിന്നെ ഒരാൾ പൈസ കൊടുക്കില്ലല്ലോ. അപ്പോൾ RC ബുക്ക് മാറ്റി കൊടുത്തിട്ട് ഈ പൈസ കൊടുക്കുമ്പോൾ അതിന് ചിലപ്പം 1 ലക്ഷം രൂപയ്ക്ക് 5000 രൂപ പലിശ കൊടുക്കുന്ന രീതി ആയിരിക്കാം. അങ്ങനെ 2.5 ലക്ഷം രൂപയ്ക്ക് പണയം കൊടുത്തെന്നാണ് അടുത്തൊരു അറിവ് എനിക്ക് കിട്ടിയത്. അതുപോലെ അവനൊരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു, ആ ബുള്ളറ്റും പണയം വെച്ചിരുന്നു.
ഈ കാറ് ഈ തന്തയ്ക്ക് സാമ്പത്തിക ഞെരുക്കം വന്നപ്പോൾ വിറ്റ് ഇത്തിരി പൈസ വേണമെന്ന് പറഞ്ഞ പ്രകാരം ഇവൻ 4 ലക്ഷത്തിന് മേൽ രൂപയ്ക്ക് വിറ്റെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. അതിൽ 1 ലക്ഷം രൂപയെ ഈ ഫാദറിന് അയച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതെനിക്കറിയാം. ഈ 2 ലക്ഷം രൂപയ്ക്ക് തന്നെ വിറ്റപ്പോൾ ഈ പൈസ എങ്ങോട്ട് പോയി, ഇവൻ എന്ത് ചെയ്തു എന്നാണ് നമുക്ക് അറിയേണ്ടത്. 2 ലക്ഷം രൂപയ്ക്കാണല്ലോ ഇവൻ കാറ് പണയം വെച്ചത്. ഓക്കെ, അപ്പോൾ കാറ് പണയത്തിൽ, ബൈക്ക് പണയത്തിൽ, പണയം വെച്ച പൈസയിൽ കുറച്ച് പൈസ മാത്രമേ ഫാദറിന് അയച്ചിട്ടുള്ളൂ. ഫാദറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കാറ് പണയം വെച്ചതും വിറ്റതും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആ പൈസ ഫാദറിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഈ പൈസ അഫാൻ എന്ത് ചെയ്തു? ഓക്കെ, എന്തായിരുന്നു ഈ പൈസയുടെ ആവശ്യം അവർക്ക് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഫൈൻ. ഇനി അടുത്തൊരു ക്ലിപ്പ്. അഫാന്റെ പിതാവിന് ഉണ്ടായിരുന്ന കടബാധ്യത തീർക്കാൻ, അല്ലെങ്കിൽ അതിനേക്കാട്ടിലും ഉയർന്ന തരത്തിലേക്കുള്ള ഒരു കടബാധ്യത അഫാൻ ഉണ്ടായിരുന്നു. കടബാധ്യതയ്ക്കുള്ളിൽ, അതായത് ഈ കുടുംബത്തിന് കടബാധ്യത ഉണ്ടായിരുന്നപ്പോഴും ഈ കുടുംബം വലിയ തരത്തിലുള്ള ആഡംബര ജീവിതം നയിച്ചു പോന്നിരുന്നു. ആദ്യഘട്ടത്തിൽ പിതാവ് പുറത്തായിരുന്നു. ആ പുറത്തു നിന്നുകൊണ്ട് നല്ല രീതിയിൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അതിനുശേഷം വിദേശത്ത് ജോലി ഉണ്ടായിരുന്ന പിതാവിന് മറ്റ് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ആ രീതിയിലേക്ക് കുടുംബത്തിന്റെ ജീവിത സാഹചര്യം മാറാതെ ആഡംബര ജീവിതം ഈ കുടുംബം തുടർന്നു പോന്നിരുന്നു. മറ്റു പല ആളുകളിൽ നിന്നും, കടക്കാരിൽ നിന്നും, ബന്ധുക്കളിൽ നിന്നും അടക്കം കൂടുതൽ പൈസ കടം വാങ്ങി ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളിൽ ഈ കുടുംബം പിന്നീട് പലതരത്തിൽ സാമ്പത്തികമായുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നു. അതിനിടയിലും അഫാൻ വലിയ തരത്തിലുള്ള ആഡംബരമാണ് ജീവിതത്തിൽ തുടർന്നു പോന്നിരുന്നത്. സ്വന്തമായി ഒരു ബുള്ളറ്റ് വാഹനം, ബൈക്ക് ഉണ്ടായിരുന്നപ്പോഴും മറ്റൊരു ബൈക്ക് കൂടി വാങ്ങിയത് ബന്ധുക്കൾ എതിർത്തിരുന്നു. ഇതിലടക്കം അഫാന് ബന്ധുക്കളോട് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു, അമർഷമുണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെ ഫർസാനയുടെ സ്വർണം അഫാൻ പണയം വെച്ചിരുന്നു. ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടും, അല്ലെങ്കിൽ നാണക്കേടിന് ഇടയാക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ ആത്മഹത്യയിലേക്ക് പോകാം എന്നുള്ള കാര്യം തീരുമാനിച്ചത്. കുടുംബം ഒരു കൂട്ട ആത്മഹത്യയിലേക്ക് പോകുമ്പോൾ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ അത് വീണ്ടും അവർ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, അവർ ക്രൂശിക്കപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. അങ്ങനെ അതുകൊണ്ട് വേണ്ട, കൊലപാതകം താൻ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അഫാൻ എല്ലാവരെയും കൊലപ്പെടുത്തിയതാണ് എന്നുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. ഫർസാനയുടെ സ്വർണം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫർസാന ഇവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ആ സ്വർണം, പൈസ ഫർസാന ഒരു പോയിന്റിൽ തിരിച്ചു ചോദിക്കാനുള്ള എല്ലാ ചാൻസും ഞാൻ പേഴ്സണലി കാണുന്നുണ്ട്. മേ ബി അതായിരിക്കാം പ്രൊവോക്കിംഗ് പോയിന്റ് ഫർസാനയെ ഇത്ര ക്രൂരമായിട്ട് കൊല്ലാൻ. പൈസ തിരിച്ചു ചോദിച്ചല്ലോ, സ്വർണം തിരിച്ചു ചോദിച്ചല്ലോ, വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കാണും. ആ കുട്ടിക്കും വീടും ഉപ്പയും വീട്ടുകാരും ഉള്ളതല്ലേ. അതുകൊണ്ടായിരിക്കും ഫർസാനയിലുള്ള ഈ ഒരു ദേഷ്യം. ഉപ്പാൻ്റെ ബ്രദറിനോടും വൈഫിനോടൊക്കെ ഉള്ളൊരു ദേഷ്യം അത് തന്നെയായിരിക്കും. പൈസ ഡീലിങ് എന്തെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ പൈസ ചോദിച്ചപ്പോൾ കൊടുത്തു കാണില്ല, അതുകൊണ്ട് തന്നെയായിരിക്കും. ഈ പൈസ എന്തിന് ചിലവാക്കി? ഉപ്പാൻ്റെ അടുത്തേക്ക് ഈ പൈസ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പം നാട്ടിൽ ഇവർ ഈ പൈസ എന്തിനു ചിലവാക്കി? ദൂരത്തുള്ള ജീവിതമാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരുന്നു ഈ ലക്ഷം? 60-70 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു ബുള്ളറ്റോ ഒരു എക്സ്പൾസ് എങ്ങാണ്ടാണ് ഈ പയ്യൻ്റെ ഉള്ള ബൈക്ക്. കാർ ഏതാണെന്ന് എനിക്കറിയില്ല. എന്താണ് 4 ലക്ഷം രൂപയ്ക്ക് വിറ്റു, 2.5 ലക്ഷം രൂപയ്ക്ക് മറ്റേ പണയം വെച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണെങ്കിലും ഒരു 10 ലക്ഷം രൂപയുടെ കാറായിരിക്കും, അതിനുള്ള കാർ ഉണ്ടാവില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ 60-70 ലക്ഷം രൂപയുടെ കടം ഉമ്മയ്ക്കും 10-20 ലക്ഷം രൂപയുടെ കടം ഇവനും. ഇവിടെയൊക്കെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ വല്ല ബെറ്റിംഗ് ആപ്പിലും പോയിട്ട് കളിച്ചിട്ട് പൈസ കളഞ്ഞതാണോ ഇവൻ എന്നുള്ളൊരു സംശയം എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുണ്ടായിരുന്നത്. എന്താണ് ഈ ഒരു ക്ലിപ്പ് കൂടി കാണാം. പിതാവ് വിദേശത്ത് സാമ്പത്തിക പ്രതിസന്ധിയിൽ, നാട്ടിൽ കുടുംബം കടബാധ്യതയിൽ, ഉമ്മയുടെ ചികിത്സാ ചെലവ്, സഹോദരന്റെ വിദ്യാഭ്യാസ ചെലവ്, നിത്യചെലവുകൾക്ക് ബുദ്ധിമുട്ട്, ജോലിയില്ല, വരുമാനമില്ല, ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ ജീവിതത്തിൽ ഒപ്പം കൂട്ടുന്നതിലും പ്രതിസന്ധി. എല്ലാം കൂടി അഫാനിലുണ്ടാക്കിയത് കൊടിയ നിരാശ. ഇതിനിടയിൽ കൂട്ടാത്മഹത്യ ചെയ്യാമെന്ന ഉമ്മയുടെ ആലോചന. ഇതെല്ലാം കൂടി ചേർന്നാണ് അർഫാനെ കൂട്ടക്കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം. വ്യാഴാഴ്ച അഫാനും ഫർസാനയും സ്വർണം പണയം വെച്ചത് കടബാധ്യതകളിൽ ചിലത് തീർക്കാനാണെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലപാതകങ്ങൾ ഓരോന്നും അഫാൻ നടപ്പാക്കിയതെന്നും പോലീസിന് വ്യക്തമായി. 3:15 ട്യൂഷനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി റോഡിലൂടെ നടന്നുപോകുന്ന ഫർസാനയുടെ ദൃശ്യങ്ങളാണിത്. ഫർസാന തൊട്ടടുത്ത ജംഗ്ഷനിൽ കാത്തു നിൽക്കുന്ന അഫാന് സമീപത്തേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് ബൈക്കിലാണ് ഇരുവരും അഫാന്റെ വീട്ടിലേക്ക് പോയത്. പിന്നീട് ഫർസാനയെ കൊലപ്പെടുത്തി. ഇതിന് തൊട്ടു മുൻപാണ് അഫാന്റെ സഹോദരൻ അഫ്സാൻ കുഴിമന്തി വാങ്ങാൻ വെഞ്ഞാറമൂട്ടിലേക്ക് ഓട്ടോറിക്ഷയിൽ പോയത്. അതിന്റെ ദൃശ്യങ്ങളും ഇന്നലെ പുറത്തു വന്നിരുന്നു. അതായത് ഫർസാനെ കൊലപ്പെടുത്താൻ വേണ്ടി സഹോദരനെ വീട്ടിൽ നിന്ന് തന്ത്രപൂർവ്വം മാറ്റി നിർത്തുകയായിരുന്നുവെന്ന് നിഗമനം. ഏറ്റവും ഒടുവിൽ അഫാൻ കൊലപ്പെടുത്തിയത് സഹോദരൻ അഫ്സാനെയാണ്. 4 പേരെ ആക്രമിച്ച ശേഷം അഫാൻ മദ്യപിച്ചിരുന്നതായി പോലീസ് സംശയിക്കുന്നുണ്ട്. ഫർസാനെ കാണുന്നതിന് തൊട്ടുമുൻപ് 10 മിനിറ്റ് ബാറിൽ ചെലവഴിച്ചെന്നാണ് നിഗമനം. ബാറിൽ നിന്ന് മദ്യം വാങ്ങി വീട്ടിൽ പോയി വിഷം കലർത്തി കഴിച്ചുവെന്നാണ് സംശയം. കൊലപാതകങ്ങളിലേക്ക് അഫാനെ വഴിതിരിച്ചുവിട്ട കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ ചികിത്സയിൽ കഴിയുന്ന ഉമ്മ ഷെമിക്ക് കഴിയുമെന്നാണ് പോലീസ് കരുതുന്നത്. എനിക്ക് തോന്നുന്നില്ല ഷെമി എന്ന് പറഞ്ഞ ഇവരുടെ ഉമ്മ
ഇതിനകത്തൊരു ക്ലിയർ ക്ലാരിറ്റി കൊടുക്കുന്നുള്ളത്. ചിലപ്പോൾ കൊടുക്കുമായിരിക്കും, കാരണം ഇളയ മകൻ മരിച്ചു എന്നറിയുമ്പോൾ, അവനെ മൂത്ത മകൻ കൊന്നു എന്നറിയുമ്പോൾ മേ ബി ചിലപ്പോൾ അവർ കാര്യങ്ങളെല്ലാം തുറന്നു പറയാം. ഉപ്പാക്ക് വരാൻ പറ്റിയൊരു സിറ്റുവേഷൻ അല്ല എന്നുള്ളതൊക്കെയാണ് ന്യൂസ് മനസ്സിലാവുന്നത്. എന്താണെങ്കിലും ഇവിടെ വലിയ എമൗണ്ട് ഓഫ് മണി ഇൻവോൾവ് ആണ്, വലിയ എമൗണ്ട് ഓഫ് മണി. അത് ഏതൊക്കെ ആളുകളിൽ നിന്ന്, ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് ഇവരിലേക്ക് എത്തിയിട്ടുള്ളത്. അതിലൊരു കാര്യം ഉറപ്പാണ്, ഒന്ന് ഫർസാനയുടെ സ്വർണവും പൈസയുണ്ട്. ഓക്കെ, ഒരു സോഴ്സ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയൊക്കെ സോഴ്സുകൾ ഏത്, ഈ 60 ലക്ഷം 20 ലക്ഷത്തിൻ്റെയൊക്കെ കണക്കിൻ്റെ സോഴ്സ് ഏത്. എന്താണെങ്കിലും ഫർസാനയെ കൊണ്ട് ഈ 60-40 ലക്ഷം രൂപയുടെ സ്വർണ്ണമോ പൈസ ഒന്നും എടുത്ത് കൊടുക്കാൻ പറ്റില്ല. ആ കുട്ടിക്ക് പറ്റുന്നൊരു ലിമിറ്റിൽ ചിലപ്പോൾ ആ കുട്ടി സഹായിച്ചു കാണും. മേ ബി അത് ആ കുട്ടിയുടെ വീട്ടിൽ അറിഞ്ഞു കാണും, കൂടക്കാരോ കുടുംബക്കാരോ സഹായിച്ചു കാണും, അവർ തിരിച്ചു ചോദിച്ചു കാണും. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ വട്ടിപ്പലിശക്കാരും പരിപാടികളും അവരുടെ ത്രട്ടനിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പൊതുവേ പറയുന്ന ഈ രാത്രിയിലുള്ള ബൈക്കിൽ പോക്കും, യാത്രയും, സ്പീഡിൽ പോക്കും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാത്തൊരു നേച്ചർ, എല്ലാം കൂടി കൂട്ടി നോക്കുന്ന സമയത്ത് ഒരു ഇമ്മൻസ് പ്രഷർ ഇവരുടെ മേത്തുണ്ട്. അത് ആരൊക്കെ ആളുകളിൽ നിന്ന്, എവിടെയൊക്കെ, എന്തിൽ നിന്നൊക്കെ വന്നു എന്നുള്ളത് പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ തെളിയിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ലഹരി ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരു മദ്യപിച്ചുകൊണ്ട് മാത്രം ഒരാൾക്കൊരു കൊലപാതകത്തിൻ്റെ ഇടയിൽ വേറൊരു കൊലപാതകം വളരെ കൂളായിട്ട്, നോ, ലഹരി ഉപയോഗിച്ചിട്ട് മദ്യപിച്ചു കാണും. അതായിരിക്കണം സംഭവിച്ചിട്ടുണ്ടാവുക. എന്താണെന്നുണ്ടെങ്കിലും കുറച്ച് ടഫാണ് പോലീസുകാർക്ക്, ബട്ട് സ്റ്റിൽ ഹോപ്പുണ്ട് കേരള പോലീസിന്, അവരിത് ക്രാക്ക് ചെയ്യും.